എഫ് ഈസ് ഗോയിങ് ഫ്രം എ ടു ബി. എ എന്ന് പറയുന്നൊരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ് എഫ്. ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് സി എന്ന് പറയുന്ന സെറ്റിലേക്ക് പോകുന്ന ഫംഗ്ഷനാണ് ജി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻസിനെ കമ്പൈൻ ചെയ്യുന്ന പുതിയ ഫംഗ്ഷനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകും, ബിയിൽ നിന്ന് സിയിലേക്കുള്ള മാപ്പിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി വി ഡിഫൈൻ ദാറ്റ് ഈസ് ജി കോമ്പോസ് ടി എഫ്. ശ്രദ്ധിക്കുക, ഇവിടെ എഫ് ആണ്, ഇവിടെ ജി ആണ്, പക്ഷെ നമ്മൾ എഴുതുന്നത് ജി കോമ്പോസ് ടി എഫ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെയുള്ള എൻട്രി എക്സിന് ഇങ്ങോട്ട് ബിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എഫ് എക്സിൻ്റെ ഇമേജ് അണ്ടർ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ ഒരു എൻട്രി ഉണ്ട്, വൈ എന്ന് പറയുന്നൊരു എൻട്രി ഉണ്ട്. സോ ആ വൈ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ കിട്ടുന്ന ഇമേജ്, ഈ വൈൻ്റെ ഇമേജ് അണ്ടർ ജി എന്ന് പറയുന്നത് ജി ഓഫ് വൈ ആയിരിക്കും. ഇനി ഈ വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ എൻട്രീസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ഇമേജുകൾ, ആ ഇമേജുകളുടെ ഇമേജ് അണ്ടർ ജി ആണ് ഇവിടെയുള്ള എലമെൻറ്റ്സ് വരുന്നത്. സോ നമ്മളിവിടെ എഴുതിയ ജി ഓഫ് വൈ എന്നതിന് പകരം ജി ഓഫ് വാട്ട് ഈസ് വൈ ആക്ച്വലി വൈ ഈസ് ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. സോ അതോട് റീപ്ലേസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എക്സിനെ എഫ് അപ്ലൈ ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ആയി, ആ എഫ് ഓഫ് എക്സിന് ജി അപ്ലൈ ചെയ്തപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയി. അപ്പോൾ ഈ ഇവിടെയുള്ള എൻട്രീനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു, അതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തു. സോ ഇതിനെ ഡയറക്റ്റ് മാപ്പിംഗ് ചെയ്ത ആ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ജി കോമ്പോസ്റ്റ് എഫ്. വി റൈറ്റ് ദാറ്റ് ജി കോമ്പോസ്റ്റ് എഫ് മാപ്പിംഗ് എക്സ് ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതാണ് എഴുതിയിരിക്കുന്നത്. ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ സാധാരണ ചോദിക്കല്. ഫസ്റ്റ് ടൈപ്പ് 1, എ ഫംഗ്ഷൻ ഈസ് ഗിവൺ ദാറ്റ് എഫ് ഫ്രം ദിസ് സെറ്റ് ടു സെക്കൻഡ് സെറ്റ് ആൻഡ് ജി ഈസ് ഫ്രം ദ സെക്കൻഡ് സെറ്റ് ടു ദ തേർഡ് സെറ്റ്. ആൻഡ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് നോക്കുക, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ 2ൻ്റെ ഇമേജ് 3 ആണ്. എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 4, 3യുടെ ഇമേജ് 4 ആണ്. എഫ് ഓഫ് 4 ആൻഡ് എഫ് ഓഫ് 5 ഈസ് ഈക്വൽ ടു 5, 4നെയും 5നെയും മാപ്പ് ചെയ്യുന്നത് 5ലേക്കാണ്. ഇതേപോലെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സെക്കൻഡ് സെറ്റിൽ നിന്ന് തേർഡ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. ജി ഓഫ് 3, ജി ഓഫ് 4, ജി ഓഫ് 5, ജി ഓഫ് 9 ഇത്രയും എലമെൻസിൻ്റെ ഇമേജുകൾ 7ഉം 11ഉം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ജി കോമ്പോസ്റ്റ് എഫ്. സോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ജി കോമ്പോസ്റ്റ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ള ഈ കാണുന്ന 4 എലമെൻസിൻ്റെ ഇമേജുകൾ എന്ത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യം നോക്കേണ്ടത് വെച്ചാൽ ഈ ജി കോമ്പോസ്റ്റ് എഫ് എവിടെ നിന്ന് എവിടെയൊക്കെ പോകും നോക്കുക. ജി കോമ്പോസ്റ്റ് എഫ് വിൽ ഗോസ് ഫ്രം ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്, ഇത് സി എന്ന് പറയുന്ന സെറ്റ്. So f is going from A to B and G is going from B to C, then G composed f will be going from A to C. So you can write here, this is equal to, this is from 2, 3, 4, 5 to the set 7, 11, 15. സോ ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ്റെ അണ്ടറിൽ ഈ 4 എണ്ണത്തിൻ്റെ ഇമേജുകൾ. സോ നമുക്ക് എഴുതാം ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് 2, ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് 3, ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് 4, ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് 5. സോ ഇത്രയും ഇമേജുകൾ കണ്ടുപിടിച്ചാൽ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആണ്. സോ ഇത് കണ്ടുപിടിക്കാൻ ജി കോമ്പോസ്റ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനേഷൻ പ്രകാരം ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 2 ആണ്. ഇനി എഫ് ഓഫ് 2 എന്താണെന്ന് നമ്മുടെ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 2 = 3 ആണ്. സോ ആ എഫ് ഓഫ് 2ൻ്റെ പ്ലേസിൽ നമുക്ക് 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. സോ ബാക്കി ഒരു ജി അപ്ലൈ ചെയ്യാൻ ഇനി ബാക്കി കിടക്കുന്നത്. സോ എഫ് ഓഫ് 2 നമ്മൾ റീപ്ലേസ് ചെയ്തു, ജി അവിടെ ഇനി അപ്ലൈ ചെയ്യാനായിട്ട്. സോ ജി അപ്ലൈ ചെയ്യാനുള്ളത് എഫ് ഓഫ് 2ൻ്റെ മേലെ. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ നമുക്ക് കിട്ടും ബാക്കി ജി ഓഫ് 3. ഇനി എന്താണ് ജി ഓഫ് 3? ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ നമുക്ക് കിട്ടി ജി കോമ്പോസ്റ്റ് എഫ് ഓഫ് 2 ഈക്വൽ ടു 7 എന്ന്. സോ ഫസ്റ്റ് ആൻസർ കംപ്ലീറ്റ് ചെയ്യും. സോ ഇതേപോലെ ഈ ബാക്കിയൊന്നും കണ്ടുപിടിക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ജി ഓഫ് എഫ് ഓഫ് 3. വാട്ട് ഈസ് എഫ് ഓഫ് 3? എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 4.
So that is equal to g of 4. And what is g of 4? That is equal to 7. Now g combustion f of 4 is equal to g of f of 4, and that is equal to g of, what is f of 4? F of 4 is equal to 5, so you can write here 5. What is g of 5? G of 5 is 11. So g combustion f of 5 is equal to g of f of 5, and what is f of 5? ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ജിയിലേക്ക് നോക്കരുത് ഒരിക്കലും, കാരണം ഫ്രണ്ടിൽ ജി ഉണ്ടെന്ന് എഴുതിയിട്ട് ജി അല്ല ആദ്യം അപ്ലൈ ചെയ്യാനുള്ളത്. ഫസ്റ്റ് എഫ് ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. എഫ് അപ്ലൈ ചെയ്തതിന് ശേഷമേ ജി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, കാരണം ഫസ്റ്റ് പോകുന്ന ഫംഗ്ഷൻ എഫ് ആണ് ആദ്യം ഇതിന് അങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത്, അതിന് ശേഷമാണ് അതിനെ മറ്റൊരു ഇതിലേക്ക് കൊണ്ടുവന്ന് ജി അപ്ലൈ ചെയ്യുന്നത്. സോ എഫ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. എഫ് ഓഫ് 5 എന്താണെന്ന് നോക്കുക, ദാറ്റ് ഈസ് 5. സോ ഇതിന് പകരം 5 എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ജി ഓഫ്, ഇതിനകത്ത് 5 എന്ന് വരും. സോ ജി ഓഫ് 5 എന്താണെന്ന് ഇവിടെ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടും എന്തെന്ന് തന്നെ 11 തന്നെ കിട്ടും. സോ ഇത്ര എഴുതിയാൽ മതി, നമ്മുടെ ആൻസർ കംപ്ലീറ്റഡ് ആണ്, ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും, ജസ്റ്റ് മാപ്പിംഗ് ആയിട്ട്. അതായത് 2, 3, 4, 5 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 3, 4, 5, 9 ഈ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എഫ്. ഈ സെറ്റിൽ നിന്ന് 7, 11, 15 ഈ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ആളാണ് എന്ത്, ജി എന്ന് പറയുന്നത്. സോ അവിടെ പറഞ്ഞ മാപ്പിംഗ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 3, ദാറ്റ് മീൻസ് എഫ് 2നെ 3ലേക്ക് മാപ്പ് ചെയ്യും. എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 4, ദാറ്റ് മീൻസ് 3നെ എഫ് 4ലേക്ക് കൊണ്ടുപോകും. എഫ് ഓഫ് 4 5 ആണ്, എഫ് ഓഫ് 5 5 ആണ്. എന്ന് വെച്ചാൽ 4നെയും 5നെയും എഫ് കൊണ്ടുപോകുന്ന ഇമേജ് 5 ആണ്. സോ രണ്ടാളെയും കൊണ്ടുപോകുന്നത് 5ലേക്കാണ്. ഇനി അടുത്ത ഇതേപോലെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് 3 7 ആണ്, ജി ഓഫ് 4ഉം 7 ആണ്. സോ 3നെയും 7നെ കൊണ്ടുപോകും, 4നെയും 7നെ കൊണ്ടുപോകും. ജി ഓഫ് 5 11 ആണ്, സോ 5 മാപ്സ് ടു 11. ജി ഓഫ് 9 11 ആണ്, സോ 9 മാപ്സ് ടു 11. സോ നമുക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് ഉള്ള ഫംഗ്ഷൻ, ആ ഡയറക്റ്റ് ഉള്ള ഫംഗ്ഷൻ എഫിൻ്റെയും ജിൻ്റെയും കോമ്പോസിഷൻ. സോ നമ്മൾ എഴുതും, ഫസ്റ്റ് ജി എഴുതും, പിന്നെ എഫ് എഴുതും. സോ ജി കോമ്പോസിഷൻ എഫ്. സോ അത് എവിടെ നിന്ന് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ബി സി ഈ സെറ്റിൽ എ എന്ന് ബിയിലേക്ക്, ബി എന്ന് സിയിലേക്ക്. സോ ഇത് പോകുന്നത് എയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ്. സോ നമ്മൾ എഴുതേണ്ട സ്റ്റാർട്ടിങ് ഇങ്ങനെ എഴുതണം, ജി കോമ്പോസിഷൻ എഫ് ഈസ് ഗോയിങ് ഫ്രം ദ സെറ്റ് എ ടു സി. ഈ എയും സിയും ഇവിടെ ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് നമ്മൾ അതിന് പകരം ഈ സെറ്റ് തന്നെ എഴുതി കൊടുക്കണം. എ എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക, ടു സി എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക, എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ശേഷം നമുക്ക് വേണ്ടത് എന്താണ്, ഇമേജുകളാണ്. ആരുടെ ഇമേജുകളാണെന്ന് വെച്ചാൽ ജി കോമ്പോസിഷൻ എഫ് അണ്ടർ ഫ്രം എ ടു സി. അപ്പോൾ എയിലുള്ള എലമെൻസിനെയാണ് നമ്മൾ ഇതിനുള്ളിൽ എഴുതി കൊടുക്കേണ്ടത്. എയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 അതാണ് നമ്മൾ 2, 3, 4, 5 ആ എലമെൻറ്റ്സ് നമ്മൾ എഴുതി കൊടുത്തത്. സോ ഇവിടെ 2 ഉണ്ട്, ജി കോമ്പോസിഷൻ ഓഫ് 3 വേണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 വേണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5ഉം വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 മാപ്സ് ടു 3, 3 മാപ്സ് ടു 7. സോ 2നെ എങ്ങനെ ഡയറക്റ്റ് മാപ്പ് ചെയ്യുന്നത് 7ക്കാണ്. സോ ദിസ് ആൻസർ ഈസ് 7. 3 maps to 4, 4 maps to 7, so the answer is 7. 4 maps to 5, 5 maps to 11, so 4നെ നേരിട്ട് കൊണ്ടുപോകുന്നത് 11ലേക്ക്. 5 maps to 5, 5 maps to 11, so 5നെ നേരിട്ട് കൊണ്ടുപോകുന്നത് 11ലേക്ക്. ഇതേ ആൻസറാണ് നമുക്ക് അവിടെയും കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ആ പിക്ചറിലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തു, അത് നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തു. സോ രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് മാർക്ക് കംപ്ലീറ്റ് കിട്ടും. നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എഫ് ഫ്രോം ഒരു സെറ്റ് ടു അനദർ സെറ്റ്, സെക്കൻഡ് സെറ്റ് ടു തേർഡ് സെറ്റ്. എഫ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ജിയും ഡിഫൈൻ ചെയ്തിട്ട് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേ മോഡലിൽ ഇതൊന്ന് ചെയ്ത് നോക്കും. ടൈപ്പ് 2 ക്വസ്റ്റ്യൻ, അതായത് കോമ്പോസിഷൻ ഫംഗ്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ എഫും ജിയും സാധാരണ എവിടെ എവിടേക്കെന്ന് പറഞ്ഞതിന് ശേഷം എഫ് എഴുതിയിരിക്കുന്ന രീതി നോക്കുക, ജിയും എഴുതിയിരിക്കുന്ന രീതി നോക്കുക. അതായത് സാധാരണ നമ്മൾ റിലേഷൻസ് എഴുതുന്ന രീതിയിൽ, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിൻ്റെ സബ്സെറ്റ്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിൻ്റെ സബ്സെറ്റാണ്. അതിൽ സെയിം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ആഡ് ചെയ്തതാണ് എന്ത്, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് 1, 2 എന്നിവിടെ എഴുതിയുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്. സോ ഇതിന് മീനിങ് 1 മാപ്സ് ടു 2 എന്നാണ്. സോ എഫ് പോകുന്നത് 1, 3, 4 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് പോകുമ്പോൾ ഈ 1ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഇമേജാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ 1ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഇമേജ് 1 ഇതാ, 3 ഇതാ, 4 ഇതാ. 1ൻ്റെ ഇമേജ് 2, 3യുടെ ഇമേജ് ആരാ 5, 4ൻ്റെ ഇമേജ് ആരാ 1. സോ 1ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഇമേജുകൾ അപ്പുറത്തുള്ള ഇമേജുകളാണ് ഈ തന്നിരിക്കുന്ന 3 സോ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനെ ഫംഗ്ഷൻ തന്നുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എഴുതേണ്ടതും ഇതേ ഫോമിൽ തന്നെയാണ്.
പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡീകമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്കാണെന്ന് ആദ്യം പറയണം. ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇതാണ് നമ്മുടെ സെറ്റ് ബി, ഇതാണ് നമ്മുടെ സെറ്റ് ബി, ഇതാണ് നമ്മുടെ സെറ്റ് സി. പക്ഷേ എ ബി സി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെ എഴുതി കൊടുക്കണം. സോ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു. സോ ഡീകമ്പോസിഷൻ എഫ് എവിടെ നിന്ന് എവിടേക്ക് പോകും? എ ടു സി പോകും. പക്ഷേ എ എന്ന് എഴുതരുത്, സി എന്ന് എഴുതരുത്, പകരം എന്ത് എഴുതി കൊടുക്കുക? നമ്മൾ സെറ്റ് 1 3 4 2 സി. സി ആരാ? 1 3. ഇനി നമുക്ക് വേണ്ടത് ഡീകമ്പോസിഷൻ എഫ് എഴുതണം. അത് എഴുതേണ്ടത് ഇതേ ഫോമിൽ തന്നെ എഴുതി കൊടുക്കണം. സോ ഡീകമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഇതേപോലെ ഓർഡേഡ് പെയർ ആക്കി എഴുതണം. സോ നമ്മൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 1ൻ്റെ ഇമേജ്, 3യുടെ ഇമേജ്, 4ൻ്റെ ഇമേജ് അപ്പുറത്ത് എന്താണ്. സോ അത് കിട്ടണമെങ്കിൽ 1 എഴുതി ഇമേജ് എന്തോ വരും, 3 എഴുതി 3യുടെ ഇമേജ് എഴുതണം, 4 എഴുതി 4ൻ്റെ ഇമേജ് എഴുതണം. സോ ഇവരുടെ ഇമേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയി. സോ ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട രീതി നോക്കുക. ഇവിടെ 1ൻ്റെ ഇമേജ് അണ്ടർ ഡീകമ്പോസ്ഡ് എഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 1നെ നമ്മൾ ആദ്യം എവിടേക്ക് കൊണ്ടുപോകുന്ന നോക്കണം, എഫ് എവിടേക്ക് കൊണ്ടുപോകുന്ന നോക്കണം. സോ 1നെ എഫ് എന്ത് ചെയ്യും? 2ലേക്ക് കൊണ്ടുപോയി. ഇനി ആ 2നെ, ഈ 2 എന്ന് പറയുന്നത് 1 മാപ്സ് ടു ഇവിടുത്തെ 2 ആണ്. ഇനി ഈ സെക്കൻഡ് സെറ്റ് ബിയിലുള്ള ഈ 2നെ ജി എങ്ങോട്ട് കൊണ്ടുപോകുന്ന നോക്കേണ്ടത്. സോ ജിയിലേക്ക് നോക്കുക, നേരെ ജിയിൽ 2 എവിടെ കിട്ടണം നോക്കുക. ആ 2നെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? 3യിലേക്ക് മാപ്പ് ചെയ്യും. സോ നോക്കേണ്ടത് ഫസ്റ്റ് സെറ്റിലെ 1നെ സെക്കൻഡ് സെറ്റിലെ 2ലേക്ക് കൊണ്ടുപോയി, സെക്കൻഡ് സെറ്റിലെ 2നെ തേർഡ് സെറ്റിലെ 3യിലേക്ക് കൊണ്ടുപോയി. സോ നമുക്ക് പറയാം 1 2ലേക്ക് പോയി, 2 3ലേക്ക് പോയി. സോ 1നെ നമുക്ക് എവിടേക്ക് കൊണ്ടുപോകാം? 3ലേക്ക് പോകും. സോ 1നെ എഫ് കൊണ്ടുപോകുന്നത് 2ലേക്ക്, 2നെ ജി കൊണ്ടുപോകുന്നത് 3ലേക്ക്. സോ ഡീകമ്പോസിഷൻ എഫ് 1നെ എവിടേക്ക് കൊണ്ടുപോകും? 3ലേക്ക് കൊണ്ടുപോകും. സോ 1ൻ്റെ ഇമേജ് എന്താണ്? 3 ആണ്. ഇനി ഇതേപോലെ 3യുടെ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഫസ്റ്റ് സെറ്റിൽ 3 എടുക്കുക, 3നെ എവിടെ കൊണ്ടുപോകും? 5ലേക്ക് കൊണ്ടുപോകും. ആ 5നെ, അത് സെക്കൻഡ് സെറ്റിലുള്ള 5 ആണ്, ആ 5 സെക്കൻഡ് സെറ്റിൽ നിന്ന് ജി എങ്ങോട്ട് കൊണ്ടുപോകും നോക്കുക. ജി കൊണ്ടുപോകുന്നത് 1ലേക്കാണ്. സോ 3 goes to 5, 5 goes to 1. സോ യു വിൽ ഗെറ്റ് 1 ഹിയർ. ഇനി അടുത്തത് 4 goes to 1. നമ്മുടെ 4 എന്ന് പറയുന്നത് 4 goes to 1 ആൻഡ് ദാറ്റ് 1 goes to 3. സോ യു ഹാവ് ദ ഇമേജ് ആസ് 3. സോ നമുക്കിവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വരുന്ന കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെയുള്ള എലമെൻറ്റ്സ് അല്ലേ നോക്കുക വേണം. ഓക്കെ, മാറിപ്പോകരുത്, എഴുതുമ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. അതിൻ്റെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. നേരത്തെ ചെയ്ത സെയിം ടൈപ്പാണ്. ഇതാണ് ടൈപ്പ് 3 ക്വസ്റ്റ്യൻ. സാധാരണ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. എഫ് ഫ്രം ആർ ടു ആർ, ജി ഫ്രം ആർ ടു ആർ. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ എഫ് കോമ്പോസ്റ്റ് ജിയും ജി കോമ്പോസ്റ്റ് എഫും രണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടും ഈക്വൽ അല്ല എന്ന് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് 1ൻ്റെയോ 2ൻ്റെയോ 3യുടെയോ ഇമേജ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞതല്ല, ഒരു ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതിന് ആൻസർ. സോ നോക്കാം എങ്ങനെയാണ്. ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ജി കോമ്പോസ്റ്റ് എഫ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഡീകമ്പോസിഷൻ എഫ് എന്താണ് എന്ന് എഴുതുന്നതിന് മുൻപ് അത് എവിടെ നിന്ന് എവിടേക്കാണ് എന്ന് പറയാം. സോ നോക്കുക, എഫ് പോകുന്നത് 6ൽ നിന്ന് 6ലേക്ക്, ജി പോകുന്നത് 6ൽ നിന്ന് 6ലേക്ക്. സോ ഡീകമ്പോസിഷൻ എഫ് പോകുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? R to Rലേക്ക്. ഓക്കെ, നൗ ഡീകമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ഒരു എക്സ് എന്ന് പറയുന്ന എൻട്രിയുടെ ഇമേജ് എന്താണ്? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡീകമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പുറത്തുള്ള ജി ഒരിക്കലും എക്സിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു തടസ്സം അവിടെ ഉണ്ട്. എഫ് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് കിട്ടുമോ അതിനെയാണ് പിന്നീട് ജി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ട ആളാരാണ്? ഈ കാണുന്ന എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത്? കോസ് എക്സ്. സോ എഫ് ഓഫ് എക്സിൻ്റെ ആ പ്ലേസിൽ എന്തെന്ന് എഴുതി കൊടുക്കുക? കോസ് എക്സ് എന്ന് എഴുതി കൊടുക്കുക. സോ ഇനി നമുക്കൊരാൾ അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട്. ആരാണത്? ജി. സോ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ജി ഓഫ് കോസ് എക്സ് ആണ്. നോക്കുക, ഇവിടെയാണ് പലർക്കും കൺഫ്യൂഷൻ വരാറ്. ജി ഓഫ് കോസ് എക്സ് ഇവിടെ തന്നിരിക്കുന്നത് ജി ഓഫ് എക്സ് 3x². സോ ഈ കാണുന്ന കോസ് എക്സിനെ നമ്മൾ ഒരാളായിട്ട് വിചാരിക്കുക, സംതിങ്, ജി ഓഫ് സംതിങ്. സോ ജി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ദാറ്റ് സംതിങ്ങിൻ്റെ സ്ക്വയർ. സോ നോക്കുക, ജി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു സംതിങ് സ്ക്വയർ.
സോ ജി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു സംതിങ് സ്ക്വയർ. ആരാണ് ആ സംതിങ്? ദാറ്റ് ഈസ് കോസ് എക്സ്. സോ നമുക്ക് എഴുതാം 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഇനി ഒരിക്കലും ശ്രദ്ധിക്കേണ്ടത് ഈ ഉള്ളിലുള്ള സാധനം ആദ്യം എഴുതി കൊടുക്കരുത്. ആദ്യം എഴുതി കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. സ്ക്വയർ അവിടെ ഇടണം, ഇവിടെ ഇടണം, ഇവിടെ ഇടുന്നത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പലർക്കും ഇത് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാം. ചിലപ്പോൾ പോളിനോമിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് മാറിപ്പോകാറുണ്ട് പലർക്കും. സോ എപ്പോഴും ഈ ബ്രാക്കറ്റ്, അതായത് എക്സിൻ്റെ പ്ലേസിലുള്ള സാധനത്ത് നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഫോർമാറ്റിൽ എക്സിൻ്റെ ആ പ്ലേസിൽ 3 ഇൻറ്റു സംതിങ് സ്ക്വയർ എന്ന ഫോമിൽ എഴുതിയിട്ട് എന്താണ് ആ സംതിങ് അത് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, നൗ ഇതിന് കോസ് എക്സ് ഹോൾ സ്ക്വയറിന് ആ സ്ക്വയർ ഇങ്ങോട്ട് എഴുതും. നമ്മൾ 3 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രാക്കറ്റ് നമ്മളോട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ സ്ക്വയർ അത് എക്സിൻ്റെ സ്ക്വയർ ആണോ കോസിൻ്റെ സ്ക്വയർ ആണോ എന്ന് കൺഫ്യൂഷൻ വരും. സോ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ ആയി മാറും. പക്ഷെ അങ്ങനെയല്ലല്ലോ ശരിക്കും. കോസ് എക്സ് എന്ന് പറയുന്ന വാല്യൂൻ്റെ സ്ക്വയർ ആണോ, അതുകൊണ്ടാണ് സ്ക്വയർ ഇവിടെ കൊണ്ട് എഴുതുന്നത്. നൗ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. എക്സുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാരാണ്? ജി ഓഫ് എക്സ്. സോ ജി ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് 3x സ്ക്വയർ. സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് 3x സ്ക്വയർ ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ. ഇനി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ കോസ് ആ സാധനം. അപ്പോൾ എഫ് ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ കോസ് ആ സാധനം. ആരാണ് ആ സാധനം? 3x സ്ക്വയർ. സോ അതവിടെ എഴുതി കൊടുക്കുക. സോ കോസ് 3x സ്ക്വയർ. ഒരിക്കലും ആ സ്ക്വയറിനെയോ എക്സിനെയോ 3നെയോ സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല. സോ അത്ര എഴുതാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഫംഗ്ഷൻസും, അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷനും. അവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എഫ് കോമ്പോസിഷൻ ജി എവിടെ നിന്ന് എവിടേക്കാണെന്ന് പറയണം. R to Rലേക്ക് തന്നെയാണ്. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും ഈക്വൽ അല്ല എന്ന് കൂടി കാണിക്കാറുണ്ട്. സോ ഈക്വൽ അല്ല എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഞാൻ എഴുതുന്നു അറ്റ് സം എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫിൽ എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് 0 കോസ് സ്ക്വയർ 0 വരും. ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കോസിനകത്ത് 3 ഇൻറ്റു 0 സ്ക്വയർ അവിടെ 0 വരും. കോസ് 0 1 ആണ്. അതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കാണാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു കോസ് സ്ക്വയർ 0. കോസ് സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ കോസ് 0യുടെ സ്ക്വയർ. കോസ് 0 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ 3 ഇൻറ്റു 1 ഇസ് 3. പക്ഷേ ഇവിടെ കൊടുക്കുന്ന സമയത്തോ കോസ് ഓഫ് 3 ഇൻറ്റു 0 സ്ക്വയർ. 3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ കോസ് 0 തന്നെ ഒരു കോസ് 0 1 ആണ് കേട്ടോ. ഇവിടെ കിട്ടിയ ആൻസർ 3, ഇവിടെ കിട്ടിയ ആൻസർ 1. സോ രണ്ട് ആൻസർ ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഈക്വൽ അല്ലാന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇത് രണ്ടും സെയിം അല്ലെന്ന് അറിയാം. പക്ഷേ എന്നിരുന്നാലും ചില ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ചിലപ്പോൾ രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ട പാട് ഇത് രണ്ട് ഫോമാണല്ലോ. അപ്പോൾ രണ്ട് ഈക്വൽ അല്ലാന്ന് പറഞ്ഞാൽ എഴുതാൻ പാടില്ല. പക്ഷേ ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും മിക്ക കേസുകളിലും ഡിഫറൻ്റ് ആയിരിക്കും ഉണ്ടാവുക. സെയിം ആയിട്ടുള്ള ചില കേസുകളേ ഉള്ളൂ. മിക്കവാറും അത് ഇൻവേഴ്സ് ഫങ്ഷൻസ് വരുന്ന സമയത്ത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനായി മാറുന്ന കേസായിരിക്കും മിക്കവാറും ഉണ്ടാവുക. സോ ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് നമ്മൾ ഡയറക്റ്റ് എഴുതി വെക്കരുത് ഒരിക്കലും. ഇങ്ങനെ കണ്ടാൽ എക്സാമ്പിൾ വാല്യൂ കൊടുത്ത് നോക്കുക. അതായത് 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 കിട്ടും, ഇവിടെ 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 കിട്ടും. അതുകൊണ്ട് ഈ രണ്ട് ഫംഗ്ഷൻസും വ്യത്യസ്ത ഫംഗ്ഷൻസ് ആണെന്ന് കാണിക്കുക. So just you can write that G composition f of 0 is equal to here 3 into cos square 0. Cos square 0 means cos 0 into square, that is 3 into 1 square equal to 3. Now f composition G of 0 is equal to f composition G of 0 is equal to cos of 3 into 0 square. And that's equal to 3 into 0 square is 0, cos 0 is equal to 1, and they are not equal. So F composition G cannot be equal to G composition F. Okay, പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. മിക്ക കേസുകളിലും കണ്ടിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് = 8x³ ജി ഓഫ് എക്സ് = x⁻³ then find these two compositions. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം ജി കോമ്പോസിഷൻ എഫ് എഴുതുന്നു. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്.
ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എക്സുമായിട്ട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് ആണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. എഫ് ഓഫ് എക്സ് എന്താണോ തന്നത് അത് അതുപോലെ അവിടെ എഴുതി കൊടുക്കുക. സോ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 8x³ ആണ്. ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാനുണ്ട്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി നോക്കുക, ജി ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/3 എന്നാണ്. അപ്പോൾ ജി ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ സാധനം റേസ് ടു 1/3 എന്നാണ്. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീൻ്റെ ഉള്ളിൽ മറ്റൊരു സാധനം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ഡയറക്റ്റ് എഴുതി വെക്കരുത്. സോ നിങ്ങൾ എഴുതേണ്ടത് ആ സാധനത്തിന് പകരം നിങ്ങളവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ജി ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ സാധനം റേസ് ടു 1/3. എന്താണ് ആ സാധനം? ഇനി എഴുതി കൊടുക്കുക. എന്താണത്? 8x³ ഇനി ആ 1/3 എന്ന് പറഞ്ഞ പവർ ഉള്ളിൽ കണ്ടുകഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 8 റേസ് ടു 1/3 ഇൻറ്റു x³ റേസ് ടു 1/3. x³ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് എക്സ് തന്നെയാണ്. 8 ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2. സോ ആൻസർ ഈസ് 2x. ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. സോ എക്സുമായിട്ട് ആദ്യം അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ജി ആണ്, ജി ഓഫ് എക്സ് ആണ്. സോ ജി ഓഫ് എക്സ് എന്താണോ അത് അവിടെ എഴുതി കൊടുക്കുമ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/3. ഇനി നമ്മൾ പുതിയ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാനുള്ള ആരാണത്? അത് എഫ് ആണ്. സോ എഫ് ഓഫ് സംതിങ് എന്ന് വീണ്ടും വന്നു. എഫ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ദാറ്റ് സംതിങ് ക്യൂബ് എന്നാണ്. സോ ദാറ്റ് ഈസ് 8 ഇൻറ്റു സംതിങ് ക്യൂബ്. ശ്രദ്ധിക്കുക, ഇതിനുള്ളിലുള്ള സാധനം മൈൻഡ് ചെയ്യരുത്. എഫ് ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു ആ സാധനം ക്യൂബ്, 8 ഇൻറ്റു ആ സാധനം ക്യൂബ്. എന്നിട്ട് ആ സാധനം ആരാണോ അത് ഉള്ളിലേക്ക് എഴുതി കൊടുക്കുക ലാസ്റ്റായിട്ട്. സോ അതിവിടെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഇവിടെ എക്സ് റേസ് ടു 1/3. സോ എക്സിൻ്റെ ക്യൂബ് റൂട്ടിൻ്റെ ക്യൂബ് അതാരാണ്? എക്സ് തന്നെയാണ്. സോ ആ ക്യൂബ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇത് എഴുതിയതിന് ശേഷം പിന്നെ അതൊക്കെ എഴുതി വരുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ട്, പലർക്കും കൺഫ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ 8 ഇൻറ്റു ഇവിടെ എക്സ് എന്ന് വരും. സോ അവിടെ കിട്ടിയ ആൻസർ 2x, ഇവിടെ കിട്ടിയ ആൻസർ 8x. രണ്ടും തന്നെ ഈക്വൽ അല്ല. സോ ഫൈനലായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം ജി കോമ്പോസിഷൻ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. നേരത്തെ പറഞ്ഞ പോലെ 0 ഒന്നും ഇട്ട് കൊടുക്കരുത്. കാരണം ഇവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന 2 ഇൻറ്റു 0 0 കിട്ടും. ഇവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ 8 ഇൻറ്റു 0 0 കിട്ടും. അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് സെയിം ആണെന്ന് ഒരിക്കലും എഴുതി വയ്ക്കരുത്. കാരണം ജി കോമ്പോസിഷൻ എഫ് അതിൽ 1 ഇട്ട് കൊടുത്താൽ 2 ഇൻറ്റു 1 2 ആണ്. ഇവിടെ 1 ഇട്ട് കൊടുത്താൽ 8 ഇൻറ്റു 1 8 ആണ്. സോ നമ്മൾ എപ്പോഴും 0 ഇട്ട് കൊടുക്കരുത്. നേരത്തെ 0 എളുപ്പമായതുകൊണ്ടാണ് ഞാൻ 0 കൊടുത്തത്. 2014 സേ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ മാത്രമാണ് തന്നിട്ടാണ് ചോദിച്ചത്. എഫ് കോമ്പോസിഷൻ എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഫ്രം ആർ ടു ആർ. സോ വീണ്ടും ഒരു എഫ് തന്നെയാണ് ഫ്രം ആർ ടു ആർ. എഫിൻ്റെയും കോമ്പോസിഷൻ എന്താണ്? സോ എഫ് ഇവിടെ ജി രണ്ടായിട്ട് തന്നിട്ടില്ല, ഒരു ഫംഗ്ഷൻ മാത്രമേ തന്നെ. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി നോക്കുക, ഈ അകത്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് അതിവിടെ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് വെച്ചാൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2x + 1 ഡിവൈഡഡ് ബൈ 3. സോ ഇൻസൈഡ് ബ്രാക്കറ്റ് മസ്റ്റാണ്. ഇപ്പോഴും ബ്രാക്കറ്റിനകത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ദിസ് വൺ. എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി ഒരു എഫും കൂടി അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട്. നൗ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, ഇനി ഇത് ഇവിടെ ഒരു സാധനമാണ്. ദിസ് ഈസ് സംതിങ്, ഒരു സാധനം. സോ എഫ് ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആ സാധനം + 1 ഡിവൈഡഡ് ബൈ 3. ശ്രദ്ധിക്കുക, എഫ് ഓഫ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആ സാധനം + 1 ഡിവൈഡഡ് ബൈ 3. സോ നമുക്ക് എഴുതാം 2 ഇൻറ്റു ആ സാധനം + 1 ഡിവൈഡഡ് ബൈ 3. ആരാണ് ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനുള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള സാധനം ഇതിൻ്റെ ഉള്ളിൽ കണ്ട് എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. സോ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? 2x + 1 ഡിവൈഡഡ് ബൈ 3. സോ ഇനി ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, അതൊക്കെ ചെയ്യാനുണ്ട്. സോ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് മേലും താഴും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മേലും താഴും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റു 3 വരും. കാരണം കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് ഉണ്ടല്ലോ, ഈ പ്ലസിൻ്റെ ഈ സൈഡിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അടിയിലും ഇൻറ്റു 3 വരും. സോ ദിസ് 3 ആൻഡ് ദിസ് 3 വിൽ ക്യാൻസൽ. സിമ്പിളായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആകത്ത് 2 ഇൻറ്റു 2x 4x + 2 ഇൻറ്റു 1 2 + 1 ഇൻറ്റു 3 3 ഓൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9. ദാറ്റ് ഈസ്
4x പ്ലസ് 6 ഡിവൈഡഡ് ബൈ 9. ഇതാണ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ.